പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വചനഭാഗങ്ങളിൽ യാബേസിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. ഈ യാബേസിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹമായി മാറുവാനായിട്ടാണ് ഇന്നത്തെ വചന സന്ദേശം. യാബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യാബേസ് എന്ന് പേരിട്ടു. ഈ ഒരു വാക്യം കാണുമ്പോൾ വ്യസനത്തോടും സങ്കടത്തോടുമുള്ള ഒരു തുടക്കമാണ് കാണുന്നത്. പക്ഷേ യാബേസ് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതിവിടെ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നുണ്ട്. തൻ്റെ സഹോദരന്മാരെക്കാൾ യാബേസ് ഏറ്റവും മാന്യനായിരുന്നു. യാബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്കും ഇതുപോലെ തന്നെ യാബേസ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രാർത്ഥന നമ്മൾ കേൾക്കുമ്പോൾ, ഈ ഒരു വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് യാബേസ് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇവിടെ ഈ കർത്താവിൻ്റെ ശക്തമായ കരത്തിന് വേണ്ടി കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ് യാബേസ് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ യാബേസ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യാബേസിനറിയാം ഇനിയും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടും. ദൈവം തന്നെ അനുഗ്രഹിക്കുമ്പോൾ, തൻ്റെ അതിർ വിസ്താരമാക്കുമ്പോൾ അതെല്ലാം ചെയ്യുവാൻ തനിക്ക് സ്വയമായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണമെന്നാണ് യാബേസ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ കർത്താവിൽ പ്രിയരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള പ്രാർത്ഥനയോട്, അതായത് കർത്താവെ അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കൂടും, എൻ്റെ ശക്തി കൊണ്ട് എനിക്കത് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായും അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണമെന്ന് യാബേസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. മൂന്നാമതായി ഇവിടെ പറയുന്നുണ്ട്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് യാബേസ് തൻ്റെ പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോകുന്നു. പറയുകയാണ്, അനർത്ഥമുണ്ടാകാനുള്ള സാധ്യത, അതായത് തന്നെ ദൈവം അനുഗ്രഹിക്കും, അതിർ വിസ്താരമാക്കുമ്പോൾ ശത്രു തന്ത്രപൂർവം തന്നെ വീഴ്ത്തുവാൻ പ്രലോഭനങ്ങൾ കൊണ്ടുവരാം. അതുപോലെ അനേകം കാര്യങ്ങൾ തനിക്കെതിരായി കടന്നു വരാൻ സാധ്യതയുള്ളതിനാൽ കർത്താവെ, അങ്ങയുടെ കരം, അതായത് അങ്ങയുടെ ആ സംരക്ഷണ കവചം എനിക്ക് ഒരുക്കണമേ എന്ന് യാബേസ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൽ പ്രിയരെ, ഈ 3 കാര്യങ്ങളും പ്രാർത്ഥിക്കുന്ന യാബേസിന് ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, അവൻ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകി. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥന ഇതുപോലെ ആയിരിക്കണം. ഇത് 2 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മൾക്ക് അനുഗ്രഹം തരുമ്പോൾ ആ അനുഗ്രഹം തന്ന ദൈവം നമ്മളെ സംരക്ഷിക്കണമെന്നും അതുപോലെ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കണമെന്നും നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിടത്തെല്ലാം നമുക്ക് വിശ്വസ്തയോട് സേവനം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ വചനത്താൽ നമ്മുടെ ജീവിതവും പ്രകാശിക്കട്ടെ. ആമീൻ.